അപ്പോൾ 3 തേങ്ങയിൽ നിന്നും ഉരുക്കിയെടുത്തപ്പോൾ ഇത്രയും വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ച് ഞാനൊരു മറ്റൊരു എണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ കുട്ടികൾക്കൊക്കെ കാലയിൽ ചൊറികളൊക്കെ വരുമ്പോൾ ഒരു സൈസ് പാടുകൾ ഉണ്ടാവുമല്ലോ, ആ പാടുകളൊക്കെ മാറുകട്ടായി ഇനി ചെയ്യുന്ന എണ്ണയെ പുരട്ടിയാണെങ്കിൽ. മാത്രമല്ല ഇത് വെളുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതെങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞുതരാം. ാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെത്തിപ്പൂവാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചെന്നാൽ ഇത് നമുക്കുണ്ടല്ലോ ഈ ചൊറിച്ചിൽ ഒക്കെ വരില്ലേ, അതിനൊക്കെ നല്ലതാണ് ഈ സംഭവം അതിൽ ചേർക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് വരില്ല നമുക്ക്. അതിന് വേണ്ടിയിട്ട് പണ്ടത്തെ ആളുകൾ ഇതൊക്കെ എടുത്ത് എണ്ണ കാച്ചിയൊക്കെ ചെയ്ത് വെക്കണയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ടപ്പ് ഇതൊക്കെ ചെയ്യാൻ പോണത്. ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലതാണ് ഇതൊക്കെ കേട്ടോ. ഇത് മഞ്ചിഷ്ടാതി പൊടിയാണ് കേട്ടോ. ഇത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇതും ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേണ്. അതേപോലെ തന്നെ നമുക്ക് മഞ്ഞളും കൂടെ ചേർക്കണം. അപ്പോൾ അത് ഞാൻ നല്ലപോലെയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ.